അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തിയപ്പോൾ കോൺഗ്രസിൽ പുതിയ വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കെ സുധാകരൻ കെ.പി.സി.സി പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റെടുക്കാൻ എത്തിയപ്പോൾ താൽക്കാലിക പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന എം ഹസൻ ചടങ്ങിന് എത്തിയില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. മാത്രമല്ല, ഹസൻ പ്രസിഡന്റ് ആയിരിക്കെ എടുത്ത തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഒരു ഉപാധികളും ഇല്ലാതെയാണ് AICC തനിക്ക് പദവി തിരിച്ചു നൽകിയതെന്നും സുധാകരൻ വ്യക്തമാക്കി. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, അത് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാർട്ടിക്കകത്തൊരു ചെറിയ സംഭവമാണ്. ഈ ചാർജ് നിങ്ങളത് വലുതാണെന്ന് സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇന്ന് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചെറുതാണ്. അതൊക്കെ നിശ്ചയിക്കുന്നത് അവരവർക്കല്ലേ. ചെറുത് ചെയ്ത് വലുത് എന്നൊക്കെ അവരവരല്ലേ നിശ്ചയിക്കുന്നത്. നമ്മളാരില്ലല്ലോ. പാർട്ടി പറഞ്ഞാൽ എന്തും വിട്ടു. ഒരാളെയും നമ്മളാരും വിളിച്ചിട്ടില്ല. സത്യസന്ധമായി പറയാ, പഠിച്ചോ സാക്ഷിയാ പറയുന്നത്. ഒരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ്. സത്യം. പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ ഈ ആക്ടിംഗ് പ്രസിഡന്റ് ഈ പദവി കൈമാറേണ്ട ആൾ പോലും ഈ ചടങ്ങിൽ വന്നില്ല. അല്ല, ഇത് കൈമാറാനൊന്നും ഇല്ലെന്നേ. കൈമാറാനൊന്നുമില്ല. ഞാൻ എന്താ കൈമാറിയോ? അന്ന് അസൻ എടുക്കുമ്പോ ഇല്ലല്ലോ. കഴിയുന്നില്ല. അത് ചാർജ് എടുക്കലാണ്. നമ്മൾ പാർട്ടി തീരുമാനിച്ചാൽ ചാർജ് എടുക്കും. ഈ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ പ്രസന്റ് മാറി നിന്നത് ആ തരത്തിലൊരു വാർത്ത ഒന്ന് പുള്ളിനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടാ. ചോദിക്കണം. വലിക്കാനോ? എന്തിന് വലിക്കാൻ? ആരെ വലിക്കാൻ? എന്നെയോ വലിക്കാനോ? ഞാൻ എന്നെ ഇപ്പോ തിരിഞ്ഞിട്ടില്ലല്ലേ? തിരിഞ്ഞിട്ടില്ല. എനിക്ക് 20 സീറ്റ് നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അപ്പൊ എനിക്ക് അതിന് സമയം വേണ്ടേ? ആ സമയം കിട്ടാൻ വേണ്ടിയാണ് എന്നെ തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. എല്ലാവർക്കും അറിയാം. ഈ പാർട്ടിയിലെ ആൾക്കെങ്കിലും അറിയാം. നിങ്ങൾക്ക് അറിയില്ലേ? തൃപ്തികരമാണ്. ചോദ്യം ചെയ്യപ്പെടാൻ കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കും. കാരണം നേരത്തെ നടപടിയെടുത്തതിന് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ലത്തീഫിന്റെ കാര്യമെടുത്താൽ, പ്രസിഡന്റ് ലത്തീഫിന്റെ കാര്യമെടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയെന്നുള്ള വിമർശനം വ്യക്തമുണ്ട്. അടൂർ പ്രകാശ് അതെ, ആ പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി പരിശോധിക്കും. പ്രതിപക്ഷ നേതാവ് ചടങ്ങിനെത്താത്തത് അദ്ദേഹത്തിന്റെ തിരക്ക് മൂലമായിരിക്കും എന്ന ന്യായീകരണമാണ് സുധാകരൻ പറഞ്ഞത്. കൂടാതെ ആര് വരും വരണ്ട എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ് കെ സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ പദവി വാശി പിടിച്ച് നേടിയെടുത്തതാണെന്ന്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഹസനെ കുറിച്ചുള്ള പ്രതികരണത്തിലൂടെ കെ സുധാകരൻ. ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ റദ്ദാക്കുമെന്ന് സുധാകരൻ സൂചിപ്പിച്ചു. കസേരയിൽ നിന്ന് അങ്ങനെയൊന്നും തന്നെ ഇറക്കാനാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഒഴിഞ്ഞ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതിനുള്ള വഴികൾ കെ സുധാകരന് എളുപ്പമായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി കിട്ടേണ്ട പദവിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് ശക്തമായ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഫലം വരട്ടെ എന്ന് ആദ്യം നിലപാടെടുത്ത ഹൈക്കമാൻഡ് കെ സുധാകരന്റെ സമ്മർദ്ദത്തോടെ മാറി ചിന്തിക്കുകയായിരുന്നു. കടുത്ത നിലപാടിലേക്ക് പോകേണ്ടി വരുമെന്ന് സുധാകരൻ അറിയിച്ചതോടെയാണ് ചുമതലയേൽക്കാൻ സുധാകരന് അനുമതി കിട്ടിയത്. ഇന്ദിരാഭവനിൽ വീണ്ടും എത്തുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ഹസൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇല്ല. പദവി തിരിച്ചു നൽകൽ ഔദ്യോഗിക ചടങ്ങ് അല്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണമെങ്കിലും വിട്ടുനിൽക്കലിന് കാരണം അതൃപ്തി തന്നെയാണെന്നാണ് വിലയിരുത്തൽ.
ഹസനിരുന്ന കസേരയുടെ സ്ഥാനം മാറ്റിയിട്ടാണ് കെ സുധാകരൻ ചുമതല ഏറ്റെടുത്തത്. ഒന്ന് മാറി നിന്നപ്പോൾ കസേര വലിക്കാൻ ശ്രമമുണ്ടായോ എന്ന ചോദ്യത്തിന് കസേരയിൽ നിന്ന് അങ്ങനെയൊന്നും തന്നെ ഇറക്കാനാകില്ലെന്നായിരുന്നു സുധാകരന്റെ മറുപടി. മുൻ KPCC സെക്രട്ടറി MA ലത്തീഫിനെ തിരിച്ചെടുത്തതടക്കം ഹസൻ പ്രസിഡന്റായിരിക്കെ കൈക്കൊണ്ട പല തീരുമാനങ്ങളും റദ്ദാക്കുമെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് സുധാകരൻ. പ്രവർത്തനം പോരെന്ന് പറഞ്ഞ് സുധാകരനെ വെട്ടാൻ കാത്തിരിക്കുന്ന നേതാക്കൾ ഒരു വശത്തിരിക്കെ മുന്നോട്ടുപോക്ക് അദ്ദേഹത്തിന് മുന്നിലെ വെല്ലുവിളിയാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ച് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതകളും ഏറെയാണ്.